തമിഴ്നാട്ടിൽ തൊഴിൽ കുംഭകോണം നടന്നെന്ന കണ്ടെത്തലുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വാട്ടർ സപ്ലൈ വകുപ്പിൽ ജോലി ലഭിക്കാൻ ഉദ്യോഗാർത്ഥികളിൽ നിന്നും കൈക്കൂലിയായി വാങ്ങിയത് ലക്ഷങ്ങൾ. ഈ കേസിൽ തമിഴ്നാട് പോലീസ് മേധാവിക്ക് ഇഡി കത്തയച്ചു. DMK മന്ത്രി KN നെഹ്റുവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിനിടെയാണ് കണ്ടെത്തൽ. ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, ഈ മുത്തുവേൽ കരുണാനിധിയുടെ മകൻ തമിഴ്നാടിനെ ഒരറ്റത്ത് നിന്നും കട്ടുമുടിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അധികാരത്തിൽ നിന്നും അടുത്ത കൊല്ലം ഇറങ്ങും മുൻപ് ഉണ്ടാക്കാവുന്നതിൻ്റെ പരമാവധി ഉണ്ടാക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിലവിലിപ്പോൾ തമിഴ്നാട്ടിൽ തൊഴിൽ കുംഭകോണം ആരോപിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ് അവിടുത്തെ DGPക്ക് കത്ത് നൽകിയിട്ടുള്ളത്. മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വാട്ടർ സപ്ലൈ വകുപ്പിൽ ജോലി ലഭിക്കാൻ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങിയെന്നാണ് ആരോപണം. DMK മന്ത്രി KN നെഹ്റുവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിനിടെയാണ് കണ്ടെത്തലെന്നും ഇപ്പോൾ പറയുന്നുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയർ, ജൂനിയർ എഞ്ചിനീയർ, ടൗൺ പ്ലാനിംഗ് ഓഫീസർ തുടങ്ങിയ പദവികൾക്കായി ഉദ്യോഗാർത്ഥികളിൽ നിന്നും 25 ലക്ഷം മുതൽ 35 ലക്ഷം രൂപ വരെ വാങ്ങിയെന്നാണ് ആക്ഷേപം. 2024-25, 25-26 ഇത് മുൻകൂട്ടിയും വാങ്ങി വർഷങ്ങളിലേക്കുള്ള നിയമനത്തിലാണ് ഈ തുക വാങ്ങിയിട്ടുള്ളത്. പരീക്ഷാ വിവരങ്ങൾ പണം നൽകിയവർക്ക് മുൻകൂറായി കിട്ടി. കൈക്കൂലിപ്പണം ഹവാല മാർഗം വഴി ആണ് സ്വരൂപിച്ചത് എന്നും പറയുന്നു. 150-ലധികം ഉദ്യോഗാർത്ഥികൾ പണം നൽകി നിയമിതരായി എന്നും ചൂണ്ടിക്കാണിക്കുന്നു ED. രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടെന്നും ED വ്യക്തമാക്കുന്നു. അതായത് ഒരറ്റത്ത് നിന്നും കട്ടുമുടിച്ചുകൊണ്ടിരിക്കുകയാണ് MK സ്റ്റാലിൻ എന്ന കരുണാനിധിയുടെ മകൻ. അടുത്ത കൊല്ലം അവിടെ തെരഞ്ഞെടുപ്പ് കൂടി നടക്കാൻ പോവുകയാണ്. വലിയ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലാണ് EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തമിഴ്നാട്ടിൽ തൊഴിൽ കുംഭകോണം നടന്നെന്ന കണ്ടെത്തലുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് വാട്ടർ സപ്ലൈ വകുപ്പിൽ ജോലി ലഭിക്കാൻ ഉദ്യോഗാർത്ഥികളിൽ നിന്നും കൈക്കൂലിയായി വാങ്ങിയത് ലക്ഷങ്ങളാണ്. ഈ കേസിൽ തമിഴ്നാട് പോലീസ് മേധാവിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കത്തയച്ചു. DMK മന്ത്രി KN നെഹ്റുവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിനിടെയാണ് ഈ ഗുരുതരമായ കണ്ടെത്തൽ. ശ്രീകാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.